രേവതി സമ്പത്തിനെതിരെ DGPക്ക് പരാതി നൽകി നടൻ സിദ്ദിഖ്. രേവതി സമ്പത്ത് ആരോപണം ഉന്നയിക്കുന്നത് വ്യത്യസ്ത സമയങ്ങളിൽ. ബലാത്സംഗ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ്. ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമെന്നും സിദ്ദിഖ് പരാതിയിൽ പറയുന്നു. ടിൻഡു ദാസ് ലൈനിലുണ്ടെന്ന് കരുതുന്നു. ടിൻഡു, എന്തായാലും രേവതി സമ്പത്തിന്റെ ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു. അതും സ്ഥാനം ഏറ്റെടുത്ത് ഒരു മാസം തികയുന്നതിന് മുൻപാണ്. ആരോപണങ്ങളൊക്കെ തന്നെ കൃത്യമാണ്. ഇതിനുശേഷവും ഈ സിദ്ദിഖ് രാജിവെച്ചതിന് ശേഷവും രേവതി സമ്പത്ത് താൻ പറഞ്ഞ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് നടൻ സിദ്ദിഖ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? രജനി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് രേവതി സമ്പത്ത് ഗുരുതര ആരോപണവുമായി സിദ്ദീഖിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തുന്നത്. അതേ തുടർന്ന് സിദ്ദീഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സിദ്ദീഖ് രേവതി സമ്പത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. DGPക്കാണ് പരാതി കൈമാറിയിട്ടുള്ളത്. ഈ രേവതി സമ്പത്ത് ഉന്നയിക്കുന്ന ബലാത്സംഗ ആരോപണം വിവിധ സമയങ്ങളിൽ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ വ്യക്തതയില്ലാതെയാണ് ആരോപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. രേവതി സമ്പത്തിന്റെ മുൻകാലങ്ങൾ പരിശോധിക്കണം. മുൻകാലങ്ങൾ രേവതി സമ്പത്തുമായി ബന്ധപ്പെട്ട് വിവിധ ആരോപണങ്ങളും അതോടൊപ്പം തന്നെ രേവതി സമ്പത്തിനെ പുറത്താക്കുന്ന ഈ സർവകലാശാലയിൽ നിന്നും പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഇതിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കേണ്ടത്. തനിക്കെതിരെ നടക്കുന്നത് മറ്റേതോ ലോബികൾ ഗൂഢാലോചന നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് രേവതി സമ്പത്ത് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളതെന്നാണ് സിദ്ദീഖ് ഈ DGPക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സിദ്ദീഖിനെതിരെ ഗുരുതര ആരോപണവുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രേവതി സമ്പത്ത് പുറത്തു വന്നത്. 20 വയസ്സിൽ, അതായത് 18 വയസ്സിന് മുമ്പേ തന്നെ പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് താൻ സിനിമാ അഭിനയ മോഹവുമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അന്ന് തിരുവനന്തപുരത്ത് വെച്ച് തന്നോട് മോശമായി പെരുമാറുകയും അതിനുശേഷം മോശമായി സംസാരിക്കുകയും നിരവധി തവണ ഇത് ആവർത്തിക്കുകയും ചെയ്തതെന്നാണ് പല മാധ്യമങ്ങൾക്ക് മുമ്പിലും രേവതി പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് സിദ്ദീഖ് അതായത് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം, അതായത് ഈ അമ്മയുടെ വിശദീകരണവുമായി മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമാണ് സിദ്ദീഖ് രാജിവെക്കുന്നത്. അപ്പോൾ സിദ്ദീഖ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് പിന്നാലെ തനിക്കെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ട് രേവതി സമ്പത്ത് പ്രവർത്തിച്ചു. രേവതി സമ്പത്തിന് പിന്നിലുള്ള ആളുകളെ കണ്ടെത്തണം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പല സിനിമാ താരങ്ങളും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ എന്താണ് ഇതിന്റെ ശരിയായ ഉദ്ദേശം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാപകമായി നടന്മാർക്കെതിരെ അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന, സിനിമാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർക്കെതിരെ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങളും വ്യാപകമായിട്ടുള്ള പരാതികളും വരുന്ന സാഹചര്യത്തിൽ ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തണം. ഇന്നലെ രഞ്ജിത്ത് രാജിവെച്ചതിന് ശേഷവും ഇതേ രീതിയിൽ തന്നെയാണ് ഉന്നയിച്ചത്. തനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ ആണ് നടക്കുന്നതെന്ന്. ഇപ്പോൾ സിദ്ദിഖ് പറയുന്നതും ഇതേ രീതി തന്നെയാണ്. ഇതിലൊക്കെ തന്നെ ഒരു എഴുതി വെച്ച നാടകം ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നില്ല. കാരണം കൃത്യമായ സമയമടക്കമാണ് രേവതി സമ്പത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരിച്ചത്. സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയം, എപ്പോഴാണ് സിദ്ദിഖിനെ കണ്ടത്, താൻ എപ്പോഴാണ് സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നതടക്കമുള്ള ഡേറ്റുകളടക്കം പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് സമയമൊക്കെ തന്നെ ഉന്നയിക്കുന്നത് വ്യത്യസ്തമാണ് എന്നുള്ള രീതിയിൽ സിദ്ദിഖ് പറഞ്ഞു വയ്ക്കുന്നത്? തീർച്ചയായിട്ടും രജനി, ഇത് നമുക്കറിയാം, ഒരു സിനിമാ മേഖലയെ പറ്റി, അതായത് വലിയൊരു സാംസ്കാരിക മേഖലയെ പറ്റി ഇത്തരത്തിലൊരു ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ വരുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ വിഷയങ്ങളെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പരാതിയെ കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. DGP ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നാളെ അതായത് ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ വ്യാപകമായി പരാതികളുമായി രംഗത്തേക്ക് വന്ന ഈ പ്രവർത്തകർ, ഈ സിനിമാ നടിമാർ ഇത്തരത്തിൽ ഈ മൊഴി നൽകാനായിട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനടുത്ത് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘത്തിനടുത്ത് എത്തി പരാതി നൽകുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കും, അവർക്കെതിരെ അന്വേഷണം ആരംഭിക്കുമെന്നൊരു വാർത്ത ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ രേവതി സമ്പത്ത് ഈ അന്വേഷണ സംഘം, അതായത് IG സ്പർജൻ കുമാറിന്റെ ചുമതലയിലുള്ള ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുക്കുമെന്നാണ്
നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഇടപെടലിന് മുന്നേ തന്നെ സിദ്ദീഖ് ഒരു പരാതി കൊടുക്കുന്നതിൽ നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ ഒരു നാടകീയത അല്ലെങ്കിൽ ഒരു സിനിമ കഥ പോലെ ഒരു നാടകീയത ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു പ്രതിരോധം എന്നോണമാണ് ഇത്തരത്തിൽ നേരത്തെ ഒരു പരാതി കൊടുത്ത് മുൻകൂറായിട്ട് ഒരു പരാതി കൊടുക്കുന്നതും നമുക്ക് വേണമെങ്കിൽ ഘട്ടത്തിൽ ഒരു വായിച്ചെടുക്കാവുന്നതാണ്. എന്തായാലും രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നൽകിയ ആരോപണങ്ങൾക്കും അതോടൊപ്പം തന്നെ പരാതികൾക്കൊക്കെ പിന്നാലെയാണ് സിദ്ദീഖിന്റെ രാജി. സിദ്ദീഖ് ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയം നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. രജനി, ശരി, ആരോപണങ്ങൾക്ക് പിന്നാലെ അതിന് പിന്നിൽ ഗൂഢാലോചന എന്ന് രഞ്ജിത്തിനെ പോലെ തന്നെ പറഞ്ഞു വെക്കുകയാണ് നടൻ സിദ്ദീഖ്. രേവതി സമ്പത്തിനെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. ഹിന്ദുദാസാണ് വിവരങ്ങൾ നൽകിയത്.